പട്ടാളക്കാരൻ ചേട്ടൻ കുട്ടപ്പായി എന്ന് പറഞ്ഞാൽ ആരാ മോനെ മോനെ ഞാനാ മോനെ മോനെ. കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പോലും ഞെട്ടിവിറയ്ക്കും മോനെ 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 മോനെ. അന്നത്തെ യുദ്ധത്തിൽ ഞാൻ കേണല, ശത്രുക്കൾ എന്നെ കണ്ടാലോട്ടമാ. വീഴുന്ന ബോംബുകളൊക്കെ കയ്യിലെടുത്ത് പിടിച്ചവനാടാ കണ്ടോ മോനെ, കയ്യിൽ തളമ്പ് കണ്ടോ മോനെ 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 മോനെ. പട്ടാളക്കാരൻ ചേട്ടൻ കുട്ടപ്പായി എന്ന് പറഞ്ഞ ആരാ മോനെ മോനെ ഞാനാ മോനെ മോനെ. വെളിച്ചെണ്ണയ്ക്കഞ്ഞൂറ് തേങ്ങയ്ക്കു 100 പാവം വീട്ടമ്മ ഞാൻ. പപ്പടം ഞാനിന്നു കാച്ചിയില്ല, സാമ്പാറിൽ കടുകു വറുത്തത്. നാളെ അങ്ങനോട് വരുവോ? വരുവോ? അപ്പൊ കരയാതിരിക്കാവോ? ഇരിക്കാം. വേദന മാറിയോ? മാറിയില്ലേ? അയ്യോ, 5 കൊല്ലമായി ഞങ്ങളുടെ പപ്പു അപ്പൂപ്പൻ ഞങ്ങളെ വിട്ടു പോയിട്ട്. ഇന്ന് അപ്പൂപ്പന്റെ ആണ്ട അഥവാ ഓർമ്മ അല്ലെ മെമ്മറി. 4 കൊല്ലവും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ചു. അതിനുള്ള നിവൃത്തിയില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? 7-8 കൊച്ചുമക്കളുണ്ടെങ്കിലും എന്നെയായിരുന്നു ഭയങ്കര കാര്യം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉമ്മറത്ത് എണ്ണയും തേച്ചിരിക്കുന്ന കണ്ട ഒരുമാതിരി വറുത്തു കോരി വെച്ചേക്കുന്ന പഴംപൊരി പോലെ ഇരിക്കുന്നു. ആരുണ്ടെങ്കിലും എന്നെ വിളിക്കത്തുള്ളൂ, അംബികേ അംബികേ അംബികേ. അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ ഞാൻ നോക്കി. അതുകൊണ്ട് എന്താ 20 സെന്റ് സ്ഥലം ചുളുവിന് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. അപ്പൂപ്പനെ ഞാൻ അയ്യോ ഓർക്കാതെ പറഞ്ഞാണ് എന്റെ അപ്പൂപ്പ രാത്രി വന്ന് പേടിപ്പിക്കല്ലേ. സ്ഥിരമുള്ള പരിപാടിയെ ഞാൻ അറിയാതെ വിളിച്ചു പറയും വന്ന് പേടിപ്പിക്കാൻ ചെയ്യാം. തൽക്കാലം ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തിപ്പെടണം. നിങ്ങളെ പേരെന്ത്? ഞാൻ ഉമ്മക്കുൽസു. ഓക്കെ, നിങ്ങളെ പോരെ എവിടെ? എന്റെ പോരെ കാസർഗോഡ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എവിടെ വരുന്നത്? ഞാൻ ദുബൈന്ന് ഇപ്പൊ വരുന്നത്. അന്ന് നിങ്ങൾ ദുബൈ പോയിനി? അന്നെ മംഗലം കഴിച്ചിട്ട് കൊടുത്തത് ആടെ. നീ മംഗലം കഴിച്ച് ആടെ കൊടുത്തേ? അപ്പൊ മാപ്പിൾക്കാടെ പണി. ഓ അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാനിപ്പോ ആടെ. അപ്പൊ നാട്ടിൽ നിന്ന് ആരും ഒന്നും പറയില്ലേ? എല്ലാരും ചോദിക്കുന്നേ എന്താ ചോദിച്ചേ? നിങ്ങക്ക് മലയാളം ഉണ്ടാൻ അറിയോ? ആണോ? വേറെന്താ ചോദിച്ചേ? മലയാളം എഴുതാനും വായിക്കാൻ അറിയോ? അത് നിങ്ങൾ ആടെ തന്നെ ആയോണ്ട് ചോദിച്ചതായിരിക്കൂ. അപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നേ, ചോദിക്ക്. ഞമ്മെന്ത് ബോളന്മാരാ? ബേളന്മാരാ? ഞാൻ സ്കൂളൊന്നും കാണാത്തോറാ. പടച്ചോനെ പാമിനാ. അയ്യോ, ഇയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പേരെന്തുവാ? സുമി. അതെ, ഗ്യാസിന്റെ ഒരു ഗുളിക ഇല്ലേ അത്? അതോമി. ഞാൻ സുമി. ആണോ? ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ ഒരു ലത. ചേച്ചിയുടെ ആദ്യ പ്രസംഗമാണോ? ആദ്യ പ്രസംഗമാണോ? ചേച്ചിയുടെ ആദ്യ പ്രസവമാണോ ചേച്ചി? അയ്യോ അല്ല അല്ല, എനിക്ക് മൂത്ത 2 ആൺപിള്ളേരുണ്ട്. ഇത് മൂന്നാമത്തെ ആദിത്യ. അയ്യോ, ആൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ആദിത്യ? അയ്യോ, 2 ആൺപിള്ളേരില്ലയോ? അടുത്തത് പെൺകുഞ്ഞാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവനാണ് ഇപ്പോഴേ ഞാൻ പേരിട്ട് ആദിത്യ. ഓഹോ, മുൻകൂട്ടി അങ്ങ് ഇട്ടതാ. അതെ അതെ. എന്റെ അപ്പൻ മരമട്ടുകാരായിരുന്നു. ഞാൻ പള്ളിക്കൂടത്തിനും പോയിട്ടില്ല. അപ്പൊ മരമട്ടി കൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അപ്പൊ ഈ കാട്ടിൽ പോയിട്ടുണ്ടല്ലോ, പാഴ്മരങ്ങളെല്ലാം വെട്ടി വിറകാക്കി നാട്ടിൽ മുഴുവൻ വിറ്റ് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പാവടാ, കാട്ടിൽ പോയിട്ട് പാഴ്മരം വെട്ടി ജീവിക്കുന്ന എന്തൊക്കെ പാഴ്മരായി വെട്ടി വിൽക്കാറുള്ളത്? സ്മെൽട്രി, സുഗന്ധമരം എന്ന് പറയും. സുഗന്ധമരം എന്ന് പറയുമ്പോ അങ്ങനെ ഒരു മരം ഞാൻ കേട്ടിട്ടില്ല. അത് കത്തിച്ച് കഴിഞ്ഞാൽ മണം വരും ചെറുതായിട്ട്. പിന്നെ വേണേ കല്ലിലൊക്കെ കുറച്ച് നെറ്റിയത്തോടാ. ചന്ദനമരം.